ഇന്നത്തെ റെസിപ്പി സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള കോക്കനട്ട് റൈസ് അഥവാ തേങ്ങാച്ചോറ് അല്ലെങ്കിൽ തേങ്ങാ സാദം. വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത് പോലത്തെ എരിവും പുളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇത് സുഖമായിട്ട് കഴിക്കാം. അത്രയ്ക്കും സൂത്തിങ് ആണ് ഈ ഒരു റൈസ്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബസ്മതി അരിയാണ്. അത് ഉപ്പ് ചേർത്ത് നല്ല പെർഫെക്റ്റ് പാകത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് എന്നുള്ളത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ്. ഈ ഒരു റെസിപ്പിക്ക് ബസ്മതി അരി തന്നെ വേണമെന്നില്ല. നമുക്ക് കൈമയോ സോന മസൂരിയോ അങ്ങനെ ബിരിയാണി വെക്കുന്ന അല്ലെ പുലാവ് വെക്കുന്ന അരി ഏതെങ്കിലും നമുക്കെടുക്കാം. തേങ്ങാച്ചോറിലെ പ്രധാനി തേങ്ങ തന്നെയാണ്. ഞാനത് ചിരവി 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. അധികം കുത്തി നിറയ്ക്കാതെ 1.5 കപ്പ്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിൽ, നെയ്യ് ഒട്ടും ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ചേർത്തിട്ടില്ല, കാരണം ഞാൻ ഇന്ന് ചേർക്കുന്നത് പൊട്ടുകടലയാണ്. അതെവിടെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നന്നായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും 2 മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എരിവ് ഇറങ്ങണമെന്നേ ഉള്ളൂ. ചേർത്തിട്ട് ഇഞ്ചിയുടെ ആ പച്ച അവസ്ഥ ഒന്നും മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചപ്പൊന്ന് വിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സും. കാഷ്യൂ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ, ഓവറായി പോരുതെന്നേ ഉള്ളൂ. ഞാനിവിടെ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടല 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ആ കാഷ്യൂ നട്ടിൻ്റെ നിറം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇതപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ നിറം മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ മതി, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് 5-6 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റണം. ഇനി നമ്മൾ ചിരകി വെച്ച 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കിഷ്മിഷ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പൊട്ടുകടലയും ഉണക്കമുന്തിരിയും നേരിട്ട് എണ്ണയിലേക്ക് ചേർക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറവ് മതി. റൈസിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. തേങ്ങയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അത് അങ്ങനെ ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട. പച്ചമണം മാറിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു നല്ല വെളിച്ചെണ്ണയുടെ മണം പുറത്തേക്ക് വരും. ആ ഒരു സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ചോറാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക എക്സ്ട്രാ ആയിട്ട്. റൈസ് വെറൈറ്റീസ് ഉണ്ടാക്കുമ്പോൾ റൈസ് ചേർത്ത് കഴിഞ്ഞിട്ട് ജെന്റിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച വേവിച്ച് വെച്ച റൈസ് ആണെങ്കിൽ പൊട്ടിപ്പോവില്ല. അല്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് റൈസ്, തേങ്ങാച്ചോറ്, തേങ്ങാ സാദം എന്നൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് വിളിക്കുന്ന കോക്കനട്ട് റൈസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.